ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. 1.5 കപ്പ് ഗോതമ്പ് പൊടി, 3 ഏലക്ക, മധുരത്തിന് ആവശ്യത്തിന് ശർക്കര. ഞാനിവിടെ ശർക്കര പാനിയാക്കി വച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 കപ്പ് തേങ്ങ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്കിനി ലഡു തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വച്ചിട്ട് ഏകദേശം 3-4 മിനിറ്റ് നമുക്ക് നന്നായി ഇതൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഗോതമ്പ് പൊടിയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടണം. നന്നായി തന്നെ ഗോതമ്പ് പൊടി ഒന്ന് ചൂടായി കിട്ടണം. ആ ഒരു സമയം വരെ നമുക്കിത് നല്ലതുപോലെ തന്നെ വറുത്തെടുക്കാം. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മളിങ്ങനെ വറുക്കാൻ തുടങ്ങിയിട്ട് 4 മുതൽ 5 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ ഗോതമ്പ് പൊടി ലൈറ്റായിട്ടൊന്ന് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നല്ലതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത്. ഫ്ലെയിം കൂട്ടി വയ്ക്കുകയും ചെയ്യരുത്. മാവ് വറുത്ത് തുടങ്ങി അവസാനിക്കുന്നത് വരെയും ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാവിൻ്റെ പരുവമെന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ മാവെടുത്ത് നോക്കുമ്പോൾ മുരുമുരാന്നിരിക്കും. അതാണ് മാവിൻ്റെ കറക്റ്റ് പരുവം. ആ സമയത്ത് നമുക്ക് ഈ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. മാറ്റിയ ശേഷം ആ പാൻ തന്നെ അടുപ്പത്ത് വയ്ക്കാം. ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3 ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വറുത്ത് മാറ്റി വച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ ശർക്കര പാനി കറക്റ്റ് അളവായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാവ് നല്ലതുപോലെ തന്നെ കുഴഞ്ഞു വരണം. കൂടെ തന്നെ 5-6 ബദാം ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ തന്നെ നല്ലതുപോലെ യോജിപ്പിച്ച് എടുക്കാം. ശർക്കര പാനി കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടിപ്പോയാൽ ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായി തണുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് ഏകദേശം തണുത്ത് വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് ഈ മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് ഓരോന്നും ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ബോളായി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കി മാവും നമുക്ക് അതുപോലെ തന്നെ നല്ലതുപോലെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ എല്ലാം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉടൻ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. കുറച്ച് ഭംഗിക്ക് വേണ്ടി വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പിയാണ്. നാവിൽ അലിഞ്ഞു പോകുമെന്ന് പറയില്ലേ, അതുപോലെയാണ് ഈ ലഡു നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.